BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. കൊച്ചി ഉൾപ്പെടെയുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസുകളുടെ സുരക്ഷ വർദ്ധിപ്പിച്ചു. ഉദ്യോഗസ്ഥർക്കെതിരെയുണ്ടായ അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നടപടി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ എല്ലാ ഓഫീസുകളിലും സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കും. ആദ്യഘട്ടത്തിൽ കൊച്ചിക്ക് പുറമെ കൊൽക്കത്ത, റാഞ്ചി, റായ്പൂർ, മുംബൈ, ജലന്ധർ, ജയ്പൂർ എന്നിവിടങ്ങളിലാണ് സേനയെ വിന്യസിക്കുക. ഉദ്യോഗസ്ഥരുടെ അന്വേഷണങ്ങൾക്കോ റെയ്ഡുകൾക്കോ താമസമുണ്ടാകാത്ത വിധം രാജ്യത്തുടനീളമുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസുകളിൽ സ്ഥിരമായി ഈ അർദ്ധസൈനിക വിഭാഗത്തെ വിന്യസിക്കാനാണ് തീരുമാനം. AD ഉദ്യോഗസ്ഥർ സുരക്ഷാ ഭീഷണി നേരിടുന്നതായുള്ള ഇന്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഈ വർഷം ജനുവരി 5-ന് കൊൽക്കത്ത യൂണിറ്റിലെ ഒരു സംഘം AD ഉദ്യോഗസ്ഥർക്ക് ജനക്കൂട്ടത്തിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. മാത്രമല്ല, സന്ദേശ് ഖാലി ആക്രമണങ്ങൾക്ക് പിന്നാലെ തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷാജഹാൻ ഷെയ്ഖിന്റെ വസതിയിലേക്ക് റെയ്ഡിനായി പോവുകയായിരുന്ന AD ഉദ്യോഗസ്ഥർക്ക് നേരെയും അക്രമമുണ്ടായി. ഈ ആക്രമണ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പുതിയ നടപടി. നിലവിൽ ലോക്കൽ പോലീസിനാണ് സുരക്ഷാ ചുമതല. സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കൊച്ചി കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ആന്റണി കുരീത്തറ പ്രമേയം അവതരിപ്പിച്ചു. നഗരസഭയിലെ ജീവനക്കാരായ സ്ത്രീകൾക്ക് പോലും സുരക്ഷിതത്വം ഉറപ്പാക്കാനാകാത്തത് ലജ്ജാകരമാണെന്നും ഇത്തരം അതിക്രമങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ കോർപ്പറേഷനിൽ ആഭ്യന്തര പരാതി സമിതി രൂപീകരിക്കണമെന്ന് പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. കൊച്ചി നഗരസഭ പള്ളുരുത്തി സോണൽ ഓഫീസിൽ റവന്യൂ വിഭാഗത്തിൽ സ്ത്രീകൾക്ക് നേരെയാണ് കഴിഞ്ഞ ദിവസം അതിക്രമമുണ്ടായത്. സുപ്രീം കോടതി വിധി പ്രകാരം ആഭ്യന്തര പരാതികൾ സമിതികൾ രൂപീകരിക്കണമെന്ന നിയമമുണ്ടായിട്ടും ആയിരക്കണക്കിന് സ്ത്രീ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന കൊച്ചി നഗരസഭയിൽ ഇത്തരം സമിതികൾ രൂപീകരിക്കാത്തത് നഗരസഭയുടെ വീഴ്ചയാണെന്ന് ആന്റണി കുരീത്തറയും UDF പാർലമെന്ററി പാർട്ടി സെക്രട്ടറി MG അരിസ്റ്റോട്ടിലും ആരോപിച്ചു. പ്രിവെൻഷൻ, പ്രൊഹിബിഷൻ ആൻഡ് റിഡ്രസൽ ആക്ട് പ്രകാരം 4 പേരടങ്ങുന്ന കമ്മിറ്റിയാണ് രൂപീകരിക്കേണ്ടത്. ഇതിൽ 2 അംഗങ്ങൾ സ്ഥാപനത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും മറ്റ് 2 പേർ NGOയിൽ നിന്നുള്ളവരാകണമെന്നും ആന്റണി കുരീത്തറ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. നഗരസഭാ കൗൺസിലർ ഷൈല തദേവൂസ് പ്രമേയത്തെ പിന്താങ്ങി. ഇത്യോപ്യയിൽ നിന്ന് 6.5 കോടി രൂപയുടെ കൊക്കൈൻ എത്തിച്ചത് കൊച്ചി കേന്ദ്രീകരിച്ചുള്ള രാജ്യാന്തര മയക്കുമരുന്ന് സംഘത്തിന് വേണ്ടി. മയക്കുമരുന്നുമായി പിടിയിലായ കെനിയൻ സ്വദേശി കരഞ്ച മിഖായേൽ നഗങ്കയുടെ യാത്രാരേഖകൾ പരിശോധിച്ചതിൽ നിന്നാണ് ഇത് വ്യക്തമായത്. ഇയാൾ വിമാനത്താവളത്തിൽ നിന്നിറങ്ങിയ ശേഷം വാട്സാപ്പിലൂടെ വിവരങ്ങൾ ഇത്യോപ്യയിലെ കൊക്കൈൻ നൽകിയവർക്ക് കൈമാറാനാണ് ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ അപ്പോഴേക്കും പിടിയിലാവുകയായിരുന്നു. ഇത്യോപ്യയിൽ നിന്ന് നേരിട്ടാണ് മയക്കുമരുന്ന് സ്വീകരിക്കുന്നവർക്ക് വാട്സാപ്പിലൂടെ വിവരങ്ങൾ നൽകാൻ ഉദ്ദേശിച്ചിരുന്നത്. ഏതെങ്കിലും തരത്തിൽ പിടിയിലായാൽ പ്രധാനികളിലേക്ക് അന്വേഷണം നീളാതിരിക്കാനാണ് ഇത്തരത്തിൽ ഇടപാടുകൾ നേരിട്ടാക്കുന്നത്. പിടിയിലായ കരഞ്ച ആദ്യമായാണ് കേരളത്തിലെത്തുന്നത്. ബംഗളൂരു കേന്ദ്രീകരിച്ചുള്ള ചിലരും കൊച്ചി കേന്ദ്രീകരിച്ചുള്ളവരും മയക്കുമരുന്ന് കണ്ണിയുടെ പ്രധാന കണ്ണികളാണ്. സംഭവത്തെക്കുറിച്ച് കേന്ദ്ര നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും പ്രത്യേക അന്വേഷണം നടത്തും. 51 ചെറിയ പാക്കറ്റുകളിലായാണ് ഇയാൾ 668 ഗ്രാം കൊക്കൈൻ വിഴുങ്ങിയത്. ചില മരുന്നുകൾ കഴിച്ച് വയറിളക്കിയാണ് പുറത്തെടുത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ കൊച്ചിയിൽ ഏതെങ്കിലും ഹോട്ടലിൽ 1-2 ദിവസം തങ്ങാൻ ലക്ഷ്യമിട്ടിരിക്കാനിടയുണ്ടെന്നാണ് ഉദ്യോഗസ്ഥരുടെ നിഗമനം. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവനശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലവിക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. 2 വയസ്സുകാരൻ ഉൾപ്പെടെ 9ഓളം പേർക്ക് കടിയേറ്റ സംഭവത്തിൽ ചത്ത തെരുവ് നായ്ക്ക് പേവിഷബാധയെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. തൃശൂർ വെറ്റിനറി കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത്. വിവരം പുറത്തുവന്നതോടെ ആക്രമണത്തിനിരയായവരും കുടുംബങ്ങളും ആശങ്കയിലാണ്. കഴിഞ്ഞ വെള്ളി-ശനി ദിവസങ്ങളിലായി കളമശ്ശേരി നഗരസഭയുടെ പടിഞ്ഞാറൻ മേഖലയിലെ ഗ്ലാസ് കോളനി, ചാക്യാടം ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്, സുന്ദരഗിരി, കുടിലൻ റോഡ് എന്നീ ഭാഗങ്ങളിലാണ് തെരുവുനായ് ആക്രമണമുണ്ടായത്. ഗ്ലാസ് കോളനി ഭാഗത്തെ റോഡിലാണ് അന്തർ സംസ്ഥാനക്കാരുടെ മകനായ 2.5 വയസ്സുകാരൻ ഉൾപ്പെടെ 5 പേർക്കും വീടിന് മുന്നിലെ റോഡിൽ നിൽക്കുമ്പോഴാണ് 7 വയസ്സുകാരിക്കും കടിയേറ്റത്. കൂടാതെ കടയുടെ മുന്നിൽ നിന്ന് ഒരാൾക്കും കടിയേറ്റിരുന്നു. കടിയേറ്റവർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയെങ്കിലും ഇവർക്ക് നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിൽ തീരുമാനമൊന്നും ഉണ്ടായിട്ടില്ല. ഇതിനിടെ ആക്രമണമുണ്ടായ പ്രദേശത്ത് 2 നായ്ക്കൾ കൂടി ചത്തു. ഇവയെ പിന്നീട് നഗരസഭാ ജീവനക്കാരെത്തി കുഴിച്ചുമൂടി. എന്നാൽ ഇവയുടെ പരിശോധന നടത്താതെയാണ് കുഴിച്ചുമൂടിയത്.
നടു റോഡിൽ ബൈക്ക് വെച്ചതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്ന് നഗരത്തിൽ യുവാവിനെ കുത്തിക്കൊന്ന കേസിലെ പ്രതി റിമാൻഡിൽ. തമ്മനം AKG കോളനിയിൽ കുമാറിന്റെ മകൻ മനിൽ കുമാറിനെ കൊലപ്പെടുത്തിയ AKG കോളനി പുത്തൻവീട്ടിൽ ജിതേഷിനെയാണ് റിമാൻഡ് ചെയ്തത്. തെളിവെടുപ്പിനും വിശദ ചോദ്യം ചെയ്യലിനുമായി ഇയാളെ അടുത്ത ദിവസം കസ്റ്റഡിയിൽ വാങ്ങും. ഞായറാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് സംഭവം. കുത്തേറ്റ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള മനീഷിന്റെ സുഹൃത്ത് എറണാകുളം ഗാന്ധിനഗർ പുനത്തിൽ വീട്ടിൽ അജിത് ആന്റണിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഇയാളെ വാർഡിലേക്ക് മാറ്റി. കൊല്ലപ്പെട്ട മനീഷിന്റെ സംസ്കാരം തിങ്കളാഴ്ച രാവിലെ രവിപുരം ശ്മശാനത്തിൽ നടന്നു. റോഡരികിൽ തള്ളിയ മാലിന്യം ഉടമസ്ഥയുടെ വീട്ടിൽ തിരിച്ചെത്തിച്ച പഞ്ചായത്ത് അധികൃതർ. പിണ്ടിവന പഞ്ചായത്തിലെ ആയിക്കോട് മരോട്ടിച്ചുവട്ടിയിൽ മാലിന്യം തള്ളിയവരെയാണ് ക്യാമറയിലൂടെ കണ്ടെത്തിയത്. തുടർന്ന് മാലിന്യം ഇവരുടെ വീടുകളിൽ പഞ്ചായത്ത് അധികൃതർ തിരികെ എത്തിക്കുകയായിരുന്നു. ഹരിതകർമ്മസേന ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് സൂക്ഷിക്കാനുള്ള മിനി MCFന് സമീപമാണ് രാത്രിയിൽ 2 പേർ ഓരോ ചാക്ക് മാലിന്യം തള്ളിയത്. നേരത്തെ ഇവിടെ മാലിന്യം കുന്നുകൂടിയത് പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. പഞ്ചായത്ത് അധികൃതർ ഇവ നീക്കുകയും മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തു. എന്നാൽ ഇത് വകവയ്ക്കാതെ വീണ്ടും മാലിന്യം തള്ളുകയായിരുന്നു. മുന്നറിയിപ്പ് ബോർഡിനൊപ്പം സമീപത്ത് ക്യാമറ സ്ഥാപിച്ചത് മാലിന്യം തള്ളിയവരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. മാലിന്യം തള്ളിയവരിൽ നിന്ന് പിഴ ഈടാക്കുമെന്നും നേരത്തെ ഇവിടെ മാലിന്യം തള്ളിയവരിൽ ചിലരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും ഇവർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. കനത്ത ചൂടിൽ എറണാകുളം ജില്ലയാകെ വിയർക്കുകയാണ്. അടുത്ത 3 ആഴ്ചയോളം ചൂട് തുടരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രങ്ങൾ നൽകുന്ന മുന്നറിയിപ്പ്. ചൂട് കനത്തതോടെ പച്ചക്കറി അടക്കമുള്ള അവശ്യ സാധനങ്ങളുടെ വിലയും ഉയരുകയാണ്. അതേസമയം പൊതുഗതാഗത സംവിധാനങ്ങളെ ആശ്രയിക്കുന്നവരുടെ എണ്ണത്തിൽ കാര്യമായ കുറവ് സംഭവിച്ചു. പകൽ 37 ഡിഗ്രി സെൽഷ്യസിലെത്തുന്ന താപനില രാത്രിയിലും കുറയുന്നില്ല. സാധാരണ വേനൽക്കാലത്ത് രാത്രിയിൽ 20 മുതൽ 25 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് രേഖപ്പെടുന്നത്. എന്നാൽ ഈ വർഷം ജില്ലയിൽ 30 ഡിഗ്രി സെൽഷ്യസ് ആണ് രാത്രി സമയത്തെ താപനില. കുപ്പിവെള്ളം വിപണിയിൽ ഇരട്ടിയിലധികം വിൽപ്പന നടക്കുന്നതായും വ്യാപാരികൾ പറഞ്ഞു. കുടിവെള്ള ടാങ്കറുകളിൽ ശുദ്ധജലം വാങ്ങുന്ന ഉപയോക്താക്കളുടെ എണ്ണവും കൊച്ചി നഗരത്തിൽ വർദ്ധിച്ചു. ചൂട് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പകൽ 11 മുതൽ ഉച്ചകഴിഞ്ഞ് 3 വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ഉച്ചയ്ക്ക് 12 മുതൽ ഉച്ചകഴിഞ്ഞ് 3 വരെ തൊഴിൽ സമയ ക്രമീകരണവും ഏർപ്പെടുത്തി. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614. BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി. മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര, നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി.